ഇനി ഈ വേദി ഞാൻ ഷിജുവിന് വിട്ടുകൊടുക്കുകയാണ്. ഷിജു ആണ് മോഡറേറ്റർ. ശാസ്ത്രവും ഇടതുപക്ഷവും എന്നുള്ള വിഷയത്തിൽ സെമിനാർ അല്ലെങ്കിൽ സിമ്പോസിയം ഷിജു മോഡറേറ്റ് ചെയ്യും. സുനന്ദനും സജീവും സംസാരിക്കും. അതിനുശേഷം ഓഡിയൻസിന് പ്രതികരിക്കണം. ഒരു സംവാദം അല്ലെങ്കിൽ ചർച്ചയായിട്ട് തന്നെ ഇത് മാറണമെന്നാണ് ആഗ്രഹം. ഷിജുവിനെ ക്ഷണിക്കുന്നു. ഈ പരിപാടിയിൽ പങ്കെടുക്കാനായിട്ട് ഇവിടെ കടന്നു വന്നിട്ടുള്ള എല്ലാവർക്കും എൻ്റെ നന്ദി ആദ്യമേ തന്നെ പ്രകാശിപ്പിക്കട്ടെ. ഈ പ്രോഗ്രാം ഓർഗനൈസ് ചെയ്തത് നവമലയാളിയിലെ സുഹൃത്തുക്കളാണ്. മുമ്പ് സൂചിപ്പിച്ച പോലെ നവമലയാളിയിലാണ് ഇതിൻ്റെ പല ലേഖനങ്ങളും ആദ്യം വെളിച്ചം കണ്ടത്. നവമലയാളി ഈ പരിപാടിയുടെ മൊത്തത്തിലുള്ള ഇങ്ങോട്ട് സജസ്റ്റ് ചെയ്യുക, അത് ഏറ്റെടുത്ത് ചെയ്യുകയുമാണ് ചെയ്യുന്നത്. അവരോടുള്ള പ്രത്യേക നവമലയാളി ടീമിനോട് ഞാൻ ആദ്യമേ തന്നെ പ്രകാശിപ്പിക്കട്ടെ. പുസ്തകം പ്രകാശിപ്പിച്ച PN ഗോപികൃഷ്ണനോടുള്ള സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. ഈ ചർച്ച ഇപ്പോൾ സിമ്പോസിയത്തിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന ഈ ചർച്ചയിലേക്കുള്ള വാതിൽ തുറന്നിടുകയാണ് PNG ചെയ്തത്. PNGയോടുള്ള നന്ദി അറിയിക്കുന്നു. റേച്ചലിൻ്റെ വിശദമായിട്ടുള്ള ആമുഖത്തിനും പുസ്തക വായനയെക്കുറിച്ചുള്ള വായന എന്ന് പറയുന്ന സാധ്യതയെ തുടർന്ന് വികസിപ്പിക്കാനായിട്ട് അതിനെക്കുറിച്ചുള്ള റേച്ചലിൻ്റെ കാഴ്ചപ്പാടുകൾക്കും പ്രത്യേകം നന്ദി. ഈ പുസ്തകം മലയാളത്തിൽ എനിക്കറിയില്ല അത്രത്തോളം പുസ്തകങ്ങൾ മൂല്യനിരൂപണത്തിന് വിധേയമായിട്ടാണ് പ്രസിദ്ധീകരിക്കപ്പെടുക എന്നുള്ളത്. നമ്മളെല്ലാം ശാസ്ത്രീയതയെക്കുറിച്ച് ഓരോരോ സംസാരിക്കുകയും എന്നാൽ നമ്മളുടെ ചിന്തയിലും എഴുത്തിലും ഈ ശാസ്ത്രീയതയായിട്ടുള്ള ചില പ്രോട്ടോകോൾസ് നടപടിക്രമങ്ങൾ പാലിക്കുന്നതിൽ വിമുഖത കാണിക്കുകയും ചെയ്യുന്ന എന്നുള്ള ഒരു പരാതി എനിക്ക് കേരളത്തിലെ ബുദ്ധിജീവി സംരംഭങ്ങളെക്കുറിച്ചുണ്ട്. എന്നാൽ അതിൽ നിന്നും വഴിമാറി നടക്കാനായിട്ടുള്ളൊരു എളിയ ശ്രമം ഈ പുസ്തകത്തിൽ ചെയ്തിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അവിടെ ഈ പുസ്തകം വിശദമായിട്ടുള്ള മൂല്യനിരൂപണത്തിന് വിധേയമായിട്ടാണ് നിങ്ങളുടെ മുമ്പിലെത്തുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട റോള് വഹിച്ച രണ്ടുപേർ ഡോക്ടർ റേച്ചൽ വർഗീസും ഡോക്ടർ സുനിൽ പി ഇളയിടവുമാണ്. അവർ രണ്ടുപേരും ഇതിൻ്റെ ഫൈനൽ മാനുസ്ക്രിപ്റ്റ് അതേ രൂപത്തിൽ തന്നെ കമ്പോട് വായിക്കുകയും വളരെ വിശദമായിട്ടുള്ള വിമർശനങ്ങൾ അതിനെക്കുറിച്ച് നടത്തുകയും പോരായ്മകൾ ചൂണ്ടിക്കാട്ടുകയും ചെയ്തിട്ടുണ്ട്. അതനുസരിച്ച് 2 or 3 വട്ടം റിവൈസ് എഴുതപ്പെട്ട പുസ്തകമാണിത്. അതുകൊണ്ട് അതിന് സഹായിച്ച റേച്ചലിനോടും സുനിൽ മാഷിനോടും ഉള്ള നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ്. സുനിൽ മാഷിന് നിർഭാഗ്യവശാൽ പനിയായതിനാൽ ഇവിടെ വരാൻ പറ്റിയില്ല. സംസാരിക്കാനുള്ള വരണമെന്നതിന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഒട്ടും ചുമ കാരണം സംസാരിക്കാൻ തീരെ വയ്യാത്തൊരവസ്ഥയായതുകൊണ്ടാണ് അദ്ദേഹത്തിന് വരാൻ പറ്റാതെ പോയത്. രണ്ടുപേരോടുള്ള നന്ദി അറിയിക്കുന്നു. ഇതുകൂടാതെ ഇവിടെ ഇരിക്കുന്ന നമ്മുടെ സുഹൃത്തുക്കളിൽ പലരും ഈ പുസ്തകത്തിലെ അധ്യായങ്ങൾ ഇതിൻ്റെ ആദ്യ രൂപത്തിൽ പ്രസിദ്ധീകരിച്ചപ്പോൾ വായിച്ചിട്ടുള്ളതാണ്. ഡോക്ടർ സതീഷ് ചന്ദ്രബോസ്, ഡോക്ടർ ജോബി എബ്രഹാം തുടങ്ങിയവർ ഇതിലുള്ള ലേഖനങ്ങൾ ഇതാദ്യം പ്രസിദ്ധീകരിക്കപ്പെടുമ്പോൾ കാര്യമായിട്ട് വായിക്കുകയും കമൻസ് തരികയും ചെയ്തിട്ടുണ്ട്. ഈ പുസ്തകം എഴുതുന്നതിനുള്ള പ്രേരണ ആയത് എൻ്റെ 2 സുഹൃത്തുക്കളാണ്. ആദ്യം മലയാളത്തിൽ ഇങ്ങനെ ഒരു ശാസ്ത്രത്തെക്കുറിച്ച് എഴുതണമെന്ന് എന്നെ നിർബന്ധിക്കുകയും എഴുതിപ്പിക്കുകയും ചെയ്ത ആദ്യയാൾ അന്ന് ഡൂൾ ന്യൂസിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന എഡിറ്ററായിട്ട് വർക്ക് ചെയ്തിരുന്ന ശ്രീജിത്ത് ദിവാകരനാണ്. അദ്ദേഹത്തിൻ്റെ നിർബന്ധത്തിന് പുറത്താണ് മലയാളത്തിൽ ഇങ്ങനൊരു സാഹസത്തിന് ഞാൻ ആദ്യമായിട്ട് ഒരുമ്പെടുന്നത്. അതിനുശേഷം ഡൂൾ ന്യൂസിന് ശേഷം പിന്നെ ഈ ഒരു പ്രോജക്റ്റ് നിലച്ചു പോകാമായിരുന്ന ഒരു പ്രോജക്റ്റിനെ മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് വളരെ പ്രയത്നിച്ചത് എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ അഡ്വക്കേറ്റ് VN ഹരിദാസാണ്. ഈ പ്രോഗ്രാം ഓർഗനൈസ് ചെയ്യുന്നതിനും ഹരിദാസ് തന്നെയാണ് മുൻകൈ എടുത്തത്. അപ്പോൾ ഇവർ രണ്ടുപേരും ശ്രീജിത്തിൻ്റെയും ഹരിദാസിൻ്റെയും ഭീഷണികളും സ്നേഹവും ഇല്ലായിരുന്നെങ്കിൽ ഇങ്ങനെയൊരു പുസ്തകം മലയാളത്തിൽ ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതുകൊണ്ട് ഈ പുസ്തകത്തിൻ്റെ വയറ്റാട്ടികളായിട്ടാണ് ഞാൻ ഈ 2 മനുഷ്യരെ കാണുന്നത്. എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും ഞാൻ അറിയിക്കട്ടെ. പുസ്തകത്തെക്കുറിച്ചുള്ള ചർച്ചകൾ നമ്മളോട് അവസാനിപ്പിക്കുകയാണ്. ഇനി നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ശാസ്ത്രവും ഇടതുപക്ഷവും എന്നുള്ളതാണ് നമ്മുടെ വിഷയം. ഈ വിഷയം ഇവിടെ ചർച്ച ചെയ്യണമെന്ന് ഞാൻ വിചാരിക്കുന്നത് ഈ പുസ്തകത്തിൻ്റെ മൊത്തത്തിലുള്ള ഒരു ഊന്നൽ എന്നുള്ള രീതിയിൽ ഇത് പ്രധാനമാകുമ്പോൾ തന്നെ അതിനപ്പുറം ഈ വിഷയം കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട് എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നുണ്ട്. കാരണം ഒരു തരത്തിൽ കഴിഞ്ഞ ഒരു 2010 ശേഷമൊക്കെ കേരളത്തിൽ നിലച്ചു പോയ ഒരു ചർച്ചയാണിത്. അതിനുശേഷം ഉണ്ടായി വന്നിട്ടുള്ള ഒരു നവയുക്തിവാദ പ്രസ്ഥാനത്തിൻ്റെയും ഫ്രീ തിങ്കേഴ്സിൻ്റെയും ഒക്കെ ചർച്ചകളൊക്കെ വളരെ സജീവമായിട്ട് വന്നതുകൊണ്ട് സംഭവിച്ച ഒരു പ്രശ്നം ശാസ്ത്രവും സമൂഹവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച്
കഴിഞ്ഞ 150-ൽ പരം വർഷങ്ങളായിട്ട് മാർക്സിസവും മറ്റ് സോഷ്യലിസ്റ്റ് ധാരകളും ഒക്കെ തന്നെ നടത്തിയിട്ടുള്ള അന്വേഷണങ്ങളെ മുഴുവൻ തമസ്കരിക്കുന്ന ഒരു പ്രവണത കേരളത്തിൽ രൂപപ്പെടുകയാണ് ഉണ്ടായത്. അതിൽ കൂടി സംഭവിച്ചത് ഈവൻ പരിഷത്തിൽ ഉള്ള ആൾക്കാർ പോലും പലപ്പോഴും ഈ ശാസ്ത്രവാദത്തിലേക്ക്, സയൻറ്റിസത്തിലേക്ക് വഴുതി വീഴുന്ന കാണാം. അതായത് ശാസ്ത്രം എന്നുള്ളത് മനുഷ്യൻ്റെ ഏറ്റവും ഉദാത്തമായിട്ടുള്ള ജ്ഞാനാർജന മാർഗമാണ്. അതുകൊണ്ട് തന്നെ അതിന് സമൂഹവുമായി ബന്ധമില്ല. സമൂഹത്തിന് വേണമെങ്കിൽ അതിൻ്റെ പ്രോഡക്ട്സിനെ ഉപയോഗിക്കാമെന്ന് പറയുന്ന വളരെ പോസിറ്റിവിസ്റ്റ് എന്ന് നമ്മൾ 19ാം നൂറ്റാണ്ടിലെ ഒരു ഐഡിയോളജിയാണ്. പോസിറ്റിവിസ്റ്റ് എന്ന് വിളിക്കാവുന്ന ഒരു ധാരണ പലപ്പോഴും ഇവിടെ കാര്യമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് മാറി എന്താണ് ഒരു ഇടതുപക്ഷത്തിന് ശാസ്ത്രവുമായിട്ടുള്ള ഇടപെടൽ എന്താണ്? അത് സമൂഹത്തെ ജനാധിപത്യവൽക്കരിക്കുന്ന പ്രക്രിയയിൽ ഇടതുപക്ഷം വഹിക്കുന്ന റോളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ശാസ്ത്ര വിമർശനം എന്നുള്ളത്. ഇവിടെ വിമർശനം എന്നുള്ളതിനെക്കുറിച്ച് PNG വളരെ കാര്യമായിട്ട് വിശദീകരിക്കുകയുണ്ടായി. വിമർശനം എന്ന് ഉപയോഗിക്കുന്നത് ശാസ്ത്രം പറയുന്നതിനെ എതിർക്കുക എന്നുള്ള അർത്ഥത്തിലല്ല, മറിച്ച് ശാസ്ത്രത്തിൻ്റെ അറിവുകളെയും ശാസ്ത്രം എന്ന് പറയുന്ന പ്രയോഗത്തെയും, കവിത എഴുതുന്ന പോലെ തന്നെയുള്ളൊരു പ്രയോഗമാണ് ശാസ്ത്രത്തിലെ ചിന്ത. അത് നിരന്തരമുള്ള പ്രയോഗത്തിൽ കൂടിയാണ്. MB മാഷ് എപ്പോഴും ഊന്നുന്ന ഒരു പോയിൻ്റ് അതാണ്. അതായത് ശാസ്ത്രം എന്ന് പറയുന്നത് പ്രവർത്തനം, അതൊരു പ്രവൃത്തിയാണ്. ആ പ്രവൃത്തിയിലാണ് ആ ശാസ്ത്രത്തിൻ്റെ ചിന്ത നടക്കുന്നത്. അല്ലാതെ ഒരാൾ മുറി അടച്ചിട്ടിരുന്ന് ആലോചിക്കുന്ന കാര്യമല്ല ശാസ്ത്രം. അതുകൊണ്ട് ശാസ്ത്രം എപ്പോഴും ഈ പ്രവൃത്തിയിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ആ പ്രവൃത്തിയിലൂന്ന ജനകീയ ശാസ്ത്രം എന്ന വലിയ ഊന്നൽ അത് കേരളത്തിൽ പരിഷത്ത് കാര്യമായി വികസിപ്പിക്കാൻ ശ്രമിച്ചിട്ടുള്ള ഒരു പോയിൻ്റാണ്. ഒരുപക്ഷെ പരിഷത്തിൻ്റെ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷനായിട്ട് ഞാൻ കാണുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, പരിഷത്തിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ അത് കേരളത്തിൽ മാത്രം ഉണ്ടായ ഒരു കാലഘട്ടത്തിലുണ്ടായ ഒന്നായിട്ടല്ല നമ്മളതിനെ കാണേണ്ടത്. അതിൻ്റെ ഒരു ആഗോള ചരിത്രം തന്നെയുണ്ട്. ഇത്തരം ജനകീയ ശാസ്ത്ര പ്രസ്ഥാനങ്ങളുടെ ഒരു ആഗോള ചരിത്രം നമുക്ക് കാണാൻ പറ്റും. അതിനെക്കുറിച്ചുള്ള കൂടുതൽ റിസർച്ചുകൾ ഇപ്പോൾ ഈ പഠന മേഖലയിൽ സയൻസ് ആൻഡ് ടെക്നോളജി സ്റ്റഡീസിൽ ഇപ്പോൾ കാര്യമായിട്ട് നടന്നു വരുന്നുണ്ട്. പല സ്പെഷ്യൽ ഇഷ്യൂസും ഇപ്പോൾ നോക്കുന്നുണ്ട്. ഈ പരിഷത്തിനെ പോലുള്ള പ്രസ്ഥാനങ്ങൾ എങ്ങനെയാണ് ലാറ്റിൻ അമേരിക്കയിലും ഇറ്റലിയിലും ഏഷ്യയുടെ മറ്റു ഭാഗങ്ങളിലും ആഫ്രിക്കൻ രാജ്യങ്ങളിലുമൊക്കെ സജീവമായി 1960-കൾക്ക് ശേഷം വികസിച്ച് വന്നിട്ടുള്ളത് എന്നുള്ളത്. അപ്പോൾ അതായത് ഇതൊരു കേരളത്തിൽ മാത്രം ഒതുക്കിയിരിക്കുന്ന ഒന്നല്ല, ഇതൊരു ഗ്ലോബൽ ട്രെൻഡാണ്. എന്നാൽ അവിടെ പരിഷത്ത് നടത്തുന്ന ഇടപെടൽ രണ്ട് പ്രധാനപ്പെട്ട കാരണങ്ങളാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒന്ന്, ഈ ഒരു മാർക്സിസവും സയൻസുമായിട്ടുള്ള എൻഗേജ്മെൻറ്റ് നടത്തിയിട്ടുള്ള അല്ലെങ്കിൽ സോഷ്യലിസം പേഴ്സ്പെക്റ്റീവിൽ നിന്നും സയൻസിനെ നോക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുള്ള ഒരിടത്തും സയൻസ് ഫോർ സോഷ്യൽ റെവല്യൂഷൻ എന്ന് പറയുന്ന ഒരു ആശയം നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. പകരം സയൻസ് ഫോർ പീപ്പിൾ അല്ലെങ്കിൽ സയൻസ് ഫോർ സോഷ്യൽ ചേഞ്ച് തുടങ്ങിയുള്ള ആശയങ്ങളാണ് കാണുക. എന്നാൽ പരിഷത്തിൻ്റെ ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ നമ്മൾ തിരിച്ചു നോക്കുമ്പോൾ സയൻസ് ഫോർ ദ സോഷ്യൽ റെവല്യൂഷൻ എന്ന് പറയുന്ന ഒരു ആശയമാണ്. രണ്ടാമത്തെ, അതുകൊണ്ടൊപ്പം തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ടാമത്തെ ആശയം ജനകീയ ശാസ്ത്രം, പീപ്പിൾ സയൻസ്. അത് പീപ്പിൾ സയൻസ് മൂവ്മെൻറ്റ്സ് എല്ലാം തന്നെ ഷെയർ ചെയ്യുന്ന ഒരു പേഴ്സ്പെക്റ്റീവാണ്. അത് പക്ഷേ വികസിപ്പിച്ചത് MB പരമേശ്വരൻ മാഷും പരിഷത്തിലെ സഹപ്രവർത്തകരുമാണ്. അത് കേരളത്തിൽ അത് പ്രായോഗികമാക്കിയ ഒരു പ്രസ്ഥാനം എന്നുള്ള രീതിയിൽ പരിഷത്തിൻ്റെ കോൺട്രിബ്യൂഷൻ അതാണ്. എന്നാൽ അതേസമയം തന്നെ നമ്മൾ ഈ ചരിത്രത്തിലേക്ക് നോക്കുമ്പോൾ ഇടതുപക്ഷവും ശാസ്ത്രവും തമ്മിലുള്ള ഇടപെടലിൻ്റെ ഒരു ദീർഘമായിട്ടുള്ള ചരിത്രമുണ്ട്. അത് നമുക്കെല്ലാം അറിയാവുന്ന പോലെ മാർക്സിൻ്റെ ഒറിജിനൽ വർക്സിൽ നിന്നും എംഗൽസിൻ്റെ ചില എഴുത്തുകളിൽ നിന്നും ഒക്കെ ആരംഭിക്കുന്ന ഒരു വർക്കാണ്. പ്രത്യേകിച്ച് ഡയലറ്റിക്സ് ഓഫ് നേച്ചർ എന്നുള്ള വർക്കിനെ കുറിച്ച് നമുക്കറിയാം. അപ്പോൾ അങ്ങനെയുള്ള പല വർക്കുകളിൽ നിന്നും പിന്നെ ലെനിനും മറ്റുള്ളവരും അത് വേറെ രീതിയിൽ വികസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതിനുശേഷം വളരെ കാര്യമായിട്ട് ശാസ്ത്രത്തിൻ്റെ ഒരു സാമൂഹികതയുമായിട്ടുള്ള അതിൻ്റെ ബന്ധം, അതിനെയാണ് നമ്മൾ സാമൂഹിക ജ്ഞാന സിദ്ധാന്തം അല്ലെങ്കിൽ സോഷ്യൽ എപ്പിസ്റ്റമോളജി എന്ന് വിളിക്കുന്നത്. അത് വികസിപ്പിക്കാൻ ശ്രമിച്ച ഒരു ആദ്യ നിര ആൾക്കാരെല്ലാം തന്നെ മാർക്സിസ്റ്റുകളാണ്. ബോറിസ് ഹെസൻ ഉദാഹരണം, അതിനുശേഷം ക്രിസ്റ്റഫർ കോഡ്വെൽ പരിഷത്ത് മലയാളത്തിൽ MB മാഷ് ട്രാൻസ്ലേറ്റ് ചെയ്ത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ക്രിസ്റ്റഫർ കോഡ്വെലിൻ്റെ ക്രൈസിസ് ഇൻ ഫിസിക്സ് എന്നുള്ള പുസ്തകം. പിന്നെ ഹെൻറി ഗ്രോസ്മാനെ പോലെയുള്ള ആദ്യകാല ഇടതുപക്ഷക്കാർ, ഇവരൊക്കെ ചേർന്ന് വികസിപ്പിക്കാൻ ശ്രമിച്ചിട്ടുള്ള ഒരു ആശയധാര. അതിനെ തുടർന്നാണ് JD ബെർണാൽ, ജോസഫ് നീതം, JBS ഹാൽഡെയിൻ തുടങ്ങിയവരുടെ വർക്കുകൾ വരുന്നു. എന്നാൽ 1970-കളാകുമ്പോഴേക്കും പുതിയ ഒരു ഇടതുപക്ഷ വിമർശം ശാസ്ത്രത്തെക്കുറിച്ച് ഉണ്ടായി വരുന്നുണ്ട്. അതിന് കാരണമാകുന്നത് ന്യൂ ലെഫ്റ്റ് മൂവ്മെൻറ്റും അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുള്ള കുറേയേറെ ആൾക്കാരുമാണ്.
ഡയലറ്റിക്കൽ ബയോളജിസ്റ്റ് എന്നുള്ള പുസ്തകമൊക്കെ പലർക്കും പരിചയം കാണും. ലിവോൺറ്റി എന്ന് പറയുന്ന ഒരു മാർക്സിസ്റ്റ് ബയോളജിസ്റ്റ് എഴുതിയ പുസ്തകമാണ്. അത്തരം പുസ്തകങ്ങളൊക്കെ പലർക്കും പരിചയം കാണും. പലതും ഇന്ത്യയിൽ അവൈലബിൾ ആണ്. മലയാളത്തിൽ അത് ഉണ്ടോ എന്ന് എനിക്ക് വലിയ ഉറപ്പില്ല. പക്ഷേ ഇംഗ്ലീഷിൽ മലയാളത്തിൽ ഇന്ത്യൻ എഡിഷൻ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനൊരു നീണ്ട ചരിത്രം ഇടതുപക്ഷവും ശാസ്ത്രവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ഉണ്ട്. എന്നാൽ ഇന്നത് വീണ്ടും സജീവമാകുകയാണ് ചർച്ച. ഒരു അക്കാഡമിക് ഫീൽഡിൽ സജീവമാകുകയാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം ഇപ്പോൾ ഈ ക്ലൈമറ്റ് ചേഞ്ചിൻ്റെയും മുതലാളിത്തം ഇന്നെത്തി നിൽക്കുന്ന പുതിയ സാഹചര്യത്തിൻ്റെയും പശ്ചാത്തലത്തിലാണ്. അതായത് ഇപ്പോഴുള്ള കൊഗ്നിറ്റീവ് ക്യാപിറ്റലിസം, പ്രജ്ഞാ മുതലാളിത്തം, അങ്ങനെ മുതലാളിത്തത്തിൽ തന്നെ ഇക്കാലത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒക്കെ സമയത്ത് വരുന്ന മാറ്റങ്ങൾ, ബയോ ക്യാപിറ്റലിസം, ഇങ്ങനെയൊക്കെയുള്ള ചർച്ചകളുമായി ബന്ധപ്പെട്ട് കാര്യമായി ഇപ്പോൾ ഒരു മാർക്സിസ്റ്റ് പേഴ്സ്പെക്റ്റീവിൽ ഡെവലപ്പ് ചെയ്ത് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ജോൺ ബെല്ലമി ഫോസ്റ്ററിനെ കുറിച്ചും കൊഹൈ സൈറ്റോ തുടങ്ങിയുള്ള ആൾക്കാരെ കുറിച്ചും ഒക്കെ അവരുടെ വർക്കുകൾ മലയാളത്തിൽ ഓൾറെഡി തന്നെ ട്രാൻസ്ലേറ്ററായി കഴിഞ്ഞിരിക്കുകയാണ്. ബെല്ലമി ഫോസ്റ്ററൊക്കെ മലയാളത്തിൽ അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനെ ശാസ്ത്രത്തെക്കുറിച്ചും പരിസ്ഥിതിയെക്കുറിച്ചും വികസനത്തെക്കുറിച്ചും ഒക്കെയുള്ള ഒരു മാർക്സിസ്റ്റ് പേഴ്സ്പെക്റ്റീവ് പൂർവാധികം ശക്തമായി നമ്മുടെ ചർച്ചയിലേക്ക് ഇത് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനൊരു ചർച്ച നമ്മളിവിടെ സംഘടിപ്പിക്കുന്നത്. ഇടതുപക്ഷത്തിൽ എന്ന് പറയുമ്പോൾ അതിനകത്ത് പല പൊസിഷൻസ് ഉണ്ട്. അതിനകത്ത് ഫെമിനിസ്റ്റ് ശാസ്ത്രവാദികളുണ്ട്, അതുപോലെ തന്നെ ശാസ്ത്ര വിമർശകരുണ്ട്, പോസ്റ്റ് കൊളോണിയൽ തിങ്കേഴ്സ് ഉണ്ട്, മാർക്സിസ്റ്റ് പൊസിഷൻസ് എടുക്കുന്നവരുണ്ട്, പല സോഷ്യലിസ്റ്റ് പൊസിഷൻസ് എടുക്കുന്നവരുണ്ട്. അത്തരം ഒരു ഇടതുപക്ഷവും ശാസ്ത്രവും എന്നുള്ള ചർച്ചയെ പരിഷത്തിൻ്റെ അവസാനം സംഭവിച്ച ഒരു പ്രശ്നം അതൊരു ഒരു ഒരു അതിൻ്റെ ഒരു സാമൂഹിക ജ്ഞാനസിദ്ധാന്തം കുറേ കൂടി അത് തുടങ്ങിയെടുത്ത് അധികം മുമ്പോട്ട് പോകാതെ എഴുതുകളിൽ അത് സ്റ്റക്കായി പോകാൻ കാണും. ഒരു ബെർണാലിൻ്റെ ജെ.ഡി. ബെർണാലിൻ്റെ ഒക്കെ ഒരു പൊസിഷനിൽ സ്റ്റക്കായി പോകുന്ന കാണാം. അത് മാർക്സിസവും ശാസ്ത്രവും തമ്മിലുള്ള ഇടപെടലിൻ്റെ ഒരു പൊസിഷനാണ്, വളരെ പ്രധാനപ്പെട്ട ഒരു പൊസിഷനാണ്. ജനകീയ ശാസ്ത്രം എന്നുള്ള ആശയം തന്നെ കടന്നു വരുന്നത് ആ പൊസിഷനിൽ നിന്നാണ്. അതാണ് അതിൻ്റെ പ്രാധാന്യം. എന്നാൽ ആ ചർച്ചകൾ അവിടെ നിലച്ചു പോവുകയാണുള്ളത്. ഇപ്പോൾ റാഡിക്കൽ സയൻസ് മൂവ്മെൻറ്റ് എന്നൊക്കെ പറഞ്ഞ് 70കളിലും 80കളിലും ഒക്കെ ഉണ്ടാകുന്ന വലിയ മൂവ്മെൻറ്റുമായിട്ട് പരിഷത്ത് എത്രത്തോളം എൻഗേജ് ചെയ്യുന്നുള്ളത് ചർച്ചാ വിഷയമാണ്. എന്നാൽ ഈ ഒരു ചർച്ച, ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് ഈ ചർച്ചയുടെ ഒരു ബാഹുല്യവും അതിൻ്റെ വൈവിധ്യവും നിങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യാൻ മാത്രമാണ്. എന്നാൽ ആ ചർച്ച തുടങ്ങുന്നതിന് നമുക്ക് ഏറ്റവും പറ്റിയ ആൾക്കാരാണ് നിങ്ങളുടെ മുമ്പിൽ ഇന്ന് ഉള്ളത്. അതിൽ ഡോക്ടർ ടി വി സജീവനെ എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിൻ്റെ എല്ലാവർക്കും ഇടമുള്ള ഭൂപടങ്ങൾ എന്ന പുസ്തകം വെളിയിൽ അവൈലബിൾ ആണ് വാങ്ങാൻ. ജനകീയ ശാസ്ത്രത്തിൻ്റെ ഇന്നത്തെ ഏറ്റവും അതിൻ്റെ ഒരു പ്രാക്ടീസിൻ്റെ ഏറ്റവും ദീപ്തമായ മുഖമാണ് ഡോക്ടർ ടി വി സജീവൻ. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് നിങ്ങൾക്കെല്ലാം അറിയാം, അതുകൊണ്ട് തന്നെ ഞാൻ അധികം വിശദീകരിക്കേണ്ട കാര്യമില്ല. എല്ലാവർക്കും ഇടമുള്ള ഒരു ഭൂപടമായി നമ്മുടെ കേരളത്തെ എങ്ങനെ മാറ്റാം, അല്ലെങ്കിൽ നമ്മുടെ ചിന്താമണ്ഡലത്തെ എങ്ങനെ മാറ്റാം എന്നുള്ള ചർച്ചകൾ തുടങ്ങാനായിട്ട് അദ്ദേഹത്തിൻ്റെ പുസ്തകവും നമ്മളെ സഹായിക്കും. ജനകീയ ശാസ്ത്രത്തെക്കുറിച്ചുള്ള ചർച്ചയ്ക്ക് ഏറ്റവും നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ശാസ്ത്രജ്ഞനാണ്, കേരളത്തിൻ്റെ വിവിധ പ്രശ്നങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന ശാസ്ത്രജ്ഞനാണ് ടി വി സജീവൻ. ഡോക്ടർ കെ എൻ സുനന്ദനാണ് അടുത്തയാൾ. കെ എൻ സുനന്ദനും ഞാനും വളരെ കാലം ഒരുമിച്ച് ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ ഒരേ കാലത്ത് സതീർത്ഥയിലായിരുന്നവരാണ്. കെ എൻ സുനന്ദൻ ഒരു STS എന്ന് പറയുന്ന പഠന മേഖലയിലെ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗവേഷകനാണ്. പ്രത്യേകിച്ചും ശാസ്ത്രത്തിൻ്റെ ചരിത്രം കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ അതിനെക്കുറിച്ച് പഠിക്കുന്നയാളാണ്. അദ്ദേഹത്തിൻ്റെ കാസ്റ്റ്, പവർ ആൻഡ് നോളജ് എന്ന് പറയുന്ന പുസ്തകം വളരെ പ്രധാനപ്പെട്ട, കേരളത്തെക്കുറിച്ച് അടുത്ത സമയത്ത് ഇറങ്ങിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട സാമൂഹ്യ ശാസ്ത്ര ഗ്രന്ഥമാണ്. അത് ഈ പഠന മേഖലയെ കൂടുതൽ ആഴത്തിൽ പരിചയപ്പെടാനായിട്ട് സുനന്ദൻ്റെ പുസ്തകം സഹായിക്കും. എങ്ങനെയാണ് ഇപ്പം PNG പറഞ്ഞു തുടങ്ങിയ ഒരു പോയിന്റ്, അതായത് ഇതെല്ലാം യൂറോപ്പിലെന്തോ സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മളിവിടെ ഇരുന്നിട്ട് അവർ പറഞ്ഞ കേട്ടിട്ട് മലയാളത്തിൽ എഴുതുകയല്ല, മറിച്ച് കേരളത്തിൻ്റെ മൂർത്തമായിട്ടുള്ള പശ്ചാത്തലത്തിൽ സന്ദർഭങ്ങളിൽ നമുക്ക് ശാസ്ത്രത്തെക്കുറിച്ച് ആലോചിക്കാനും അതിൻ്റെ ജനകീയ ശാസ്ത്ര പരിപ്രേക്ഷ്യം വികസിപ്പിക്കാനും രണ്ട് തരത്തിൽ സഹായിക്കുന്ന രണ്ട് പേരെയാണ് നമുക്കിന്ന് ചർച്ചയ്ക്കായിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ചർച്ചയിൽ ആദ്യം സജീവ് മാഷ് സംസാരിക്കും, അതിനുശേഷം ഡോക്ടർ സുനന്ദൻ സംസാരിക്കും. തുടർന്ന് അവർക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു കോൺവെർസേഷനായിട്ട് 5 മിനിറ്റ് നമ്മൾ വെച്ചിട്ടുണ്ട്. ആദ്യം ഇവർ രണ്ടുപേരും 15 മിനിറ്റ് വെച്ച് സംസാരിക്കും. അതിനുശേഷം ചർച്ച ഓപ്പൺ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവർക്കും ഈ സിമ്പോസിയത്തിലേക്ക് സ്വാഗതം. ആദ്യ പ്രസൻറ്റേഷനായിട്ട് ഡോക്ടർ സജീവിനെ ക്ഷണിക്കുന്നു.